കാലിന് ദീപം വചനധ്യാനത്തിലേക്ക് ഏവരെയും വീണ്ടും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ജീവജലം ലഭിക്കാനുള്ള ജീവിത ക്രമീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ധ്യാന ചിന്തകൾ കൈമാറുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു. ജീവജലം ലഭിക്കാനുള്ള ജീവിത ക്രമീകരണം. നാം ഏവരും വിശ്വാസയാത്രയിലായിരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഒരു നിത്യത അവകാശമാക്കുവാനാണല്ലോ. നമ്മുടെ ഈ ലോക ജീവിതം വേഗം കടന്നു പോവുകയും നാം പറന്നു പോവുകയും ചെയ്യുമെന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുന്നു. അപ്രകാരമുള്ള യാത്രയിൽ നിത്യത ലഭ്യമാകണമെങ്കിൽ അനുദിന ജീവിതത്തിൽ ക്രമീകരണങ്ങൾ അത്യന്തം ആവശ്യമാണ്. ഇത് യേശുക്രിസ്തു ശമരിയാക്കാരി സ്ത്രീയുമായി സംസാരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തി അവളെ നിത്യതയ്ക്ക് അവകാശിയാക്കി തീർക്കുവാനായിട്ട് യേശു കർത്താവ് കാത്തിരിക്കുന്ന കാഴ്ച 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ നമുക്ക് കാണാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ മനഃപൂർവ്വം ശമരിയ പട്ടണത്തിൽ കൂടെ കടന്നു പോവുകയും സുഖാർ എന്ന പ്രത്യേക പട്ടണത്തിൽ എത്തിച്ചേരുകയും അവിടെ അനേക കിണറുകൾ ഉണ്ടെങ്കിലും യാക്കോബ് യോസേഫിന് കൊടുത്ത ഒരു പ്രത്യേക കിണറിന്റെ അടുക്കൽ എത്തിച്ചേരുകയും ഒരു ദിവസം 24 മണിക്കൂർ വെള്ളം കുടിക്കുവാനായിട്ടുണ്ടെങ്കിലും 6-ാം മണി നേരം എന്ന പ്രത്യേക സമയം തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ അപാരമായ ടൈമിങ്, ദൈവത്തിൻ്റെ അപാരമായ ടൈം ഷെഡ്യൂൾ, ക്രമീകരണം എത്ര വിലയേറിയതാണെന്ന് ഈ ഭാഗം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. അനേക ശമരിയ പട്ടണങ്ങൾ ഉണ്ടായിട്ടും സുഖാർ തന്നെ തിരഞ്ഞെടുക്കുവാനും അനേക കിണറുകൾ ഉണ്ടായിരുന്നിട്ടും യോസെഫിന്റെ കിണർ തന്നെ തിരഞ്ഞെടുക്കുവാനും ഒരുപാട് മറ്റു സമയങ്ങൾ ഉണ്ടായിട്ടും 6-ാം മണി നേരം തന്നെ തിരഞ്ഞെടുത്ത് അവിടെ കാത്ത് ക്ഷമയോടെ ഇരിക്കുന്ന യേശു കർത്താവ് 6-ാം മണി നേരത്ത് ഒറ്റപ്പെട്ടു പോയൊരു ജീവിതം, നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം, തകർന്നു പോയൊരു ജീവിതം ആ ഉറവിന്റെ അടുക്കൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ കാത്തിരിക്കുന്നത്. ആ വാക്യം നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം വാക്യം. അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഗാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനടുകെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. എല്ലാവരുടെ ജീവിതത്തിലും ഇപ്രകാരത്തിൽ 6-ാം മണി നേരം ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ 6-ാം മണി നേരത്തിൽ ദൈവം തൻ്റെ മുൻ നിശ്ചയപ്രകാരം ചില സാഹചര്യങ്ങളെ ഒരുക്കിയെടുത്ത്, ചില വ്യക്തികളെ ഒരുക്കിയെടുത്ത്, ചില പ്രത്യേക ഇടപാടുകൾ ക്രമീകരിച്ചുകൊണ്ട് ഈ 6-ാം മണി നേരത്തിൽ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചില തിന്മകളെ എടുത്തു മാറ്റുവാനായിട്ട് കർത്താവ് ശ്രമിക്കുന്നുണ്ട്. കാരണം നമുക്ക് നിത്യത തരിക എന്നുള്ളത്, നാം ജീവജലം കുടിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായതുകൊണ്ട് നാം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് ഇപ്രകാരം ഒരു 6-ാം മണി നേരം എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ 6-ാം മണി നേരത്തിൽ ദൈവം പല പ്രാവശ്യം നമ്മളോട് ഇടപെടുമ്പോഴും ഈ ശമരിയാക്കാരി സ്ത്രീയെ പോലെ ലഭിച്ച സാഹചര്യങ്ങളൊക്കെ തട്ടി മാറ്റിയെങ്കിലും ഒടുവിൽ തനിക്ക് ആ വലിയ വെളിപ്പാടുണ്ടാകുകയും താൻ പാപിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ട് ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതം സമർപ്പിക്കുന്ന ആ വലിയ ദൈവിക പദ്ധതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. എന്തായിരുന്നു ശമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിലെ 6-ാം മണിയുടെ പ്രത്യേകത? മറ്റെല്ലാ സമയവും യഹൂദ പ്രദേശങ്ങളിൽ സ്ത്രീകൾ കൂട്ടമായി, ശമര്യയിൽ ജാതികളായിക്കൊള്ളട്ടെ യഹൂദ സ്ത്രീകളായിക്കൊള്ളട്ടെ, കൂട്ടമായി വന്ന് ഉറവിനരുക്കൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടു പോകുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു. അങ്ങനെ ശമരിയ പട്ടണത്തിലും സ്ത്രീകൾ ഈ ഉറവിന്റെ അടുക്കെ കൂട്ടമായി വന്ന് വെള്ളം കോരുമെങ്കിൽ 6-ാം മണി നേരത്ത് ഒരൊറ്റപ്പെട്ട ജീവിതം വരുവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ താൻ നയിച്ചുകൊണ്ടിരിക്കുന്ന അസാൻമാർഗിക ജീവിതം, വഷളത്തം നിറഞ്ഞ ജീവിതം, മ്ലേച്ഛത നിറഞ്ഞ ജീവിതം, ആ ജീവിതം തന്നെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുവാൻ പ്രേരിപ്പിക്കുക, അഥവാ
മറ്റുള്ളവർ അവളെ അകറ്റി നിർത്തുക, അത് ലോകസഹജമാണ്. പാപപങ്കിലമായ ജീവിതം നയിക്കുന്നവരെ മറ്റുള്ളവർ കൂട്ടുവാൻ അല്പം പ്രയാസപ്പെടും. അങ്ങനെ തള്ളപ്പെട്ട ഒറ്റപ്പെട്ടു പോയ താൻ തിരഞ്ഞെടുത്ത ഒരു സമയമാണ് മറ്റാരും ഉറവിനരികെ വരാത്ത 6-ാം മണിനേരം. എന്നാൽ വലിയവനായ ദൈവത്തിന് എല്ലാ മനുഷ്യരെയും ഒരുപോലെ വീണ്ടെടുക്കണമെന്നുള്ളതും ആരും നരകാഗ്നിയിൽ പോയി വീഴരുത് എന്നുള്ളതും തൻ്റെ പ്രത്യേക പദ്ധതി, ഒരു മനുഷ്യനും നശിച്ചു പോകരുത് എന്നുള്ളത് ദൈവത്തിന്റെ പ്രത്യേക ആഗ്രഹവുമായതുകൊണ്ട് കർത്താവ് 6-ാം മണിനേരത്ത് അവിടെ വന്ന് കാത്തിരിക്കുകയാണ്. അവൻ ശമരിയ പട്ടണത്തിൽ കൂടെ പോകേണ്ടി വന്നു. സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ പ്രവേശിച്ചു. യോസേഫിന്റെ ഉറവിനരികെ എത്തി. അപ്പോൾ 6-ാം മണിനേരമായിരുന്നു. ദൈവത്തിന്റെ ഇത്ര പ്രത്യേകമായ ടൈമിങ്സ്, ഷെഡ്യൂളിംഗ്, ടൈം ടേബിൾ ഒക്കെ നമ്മുടെയും ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം നാം അനുഭവിച്ചിട്ടുണ്ട്. ആരിൽ കൂടെയൊക്കെയോ ഏതൊക്കെ ക്രമീകരിച്ച് ഏതൊക്കെ സാഹചര്യങ്ങളെ ഒതുക്കി അതിനെ ഇപ്രകാരത്തിലൊന്ന് മോൾഡ് ചെയ്തിട്ട് കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ച സമയങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ആ സാഹചര്യം, ആ വ്യക്തി, ആ ഒരു പ്രത്യേക അവസ്ഥ, ഇതൊക്കെ ദൈവം ക്രമീകരിച്ചതാണ്. അങ്ങനെ ചില 6-ാം മണിനേരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായല്ലോ. അങ്ങനെ 6-ാം മണിനേരത്ത് ശമരിയക്കാരി സ്ത്രീയെ കാണുമ്പോൾ ജലത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യേശു കർത്താവും ശമരിയക്കാരി സ്ത്രീയും സംസാരിച്ചത് ജലത്തെക്കുറിച്ചാണെങ്കിലും അത് വളരെ അധികം വൈരുദ്ധ്യമാർന്ന 2 ജലങ്ങളായിരുന്നു. യേശു കർത്താവ് ശമരിയക്കാരി സ്ത്രീയെ നിത്യതയിലേക്ക് എത്തിക്കുന്ന ജീവജലത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ശമരിയക്കാരി സ്ത്രീയോ താൻ എന്നും കോരിക്കൊണ്ടിരിക്കുന്ന തൊട്ടി, കിണറ്, ആഴം, കയറ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധാരണ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അതിപ്രധാനമായ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിത്യതയെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് തരുവാനായിട്ട് ദൈവം ശ്രമിക്കുമ്പോൾ നാം ഈ ശമരിയക്കാരി സ്ത്രീയെ പോലെ പരപ്പിൽ കിടന്ന് തല്ലുന്നവരായി തീരാറുണ്ട്. ദൈവം പറയുന്ന ജീവജലത്തെക്കുറിച്ച് ഉൾക്കൊള്ളുവാൻ അവൾക്ക് ആദ്യം സാധിക്കാതെ അവൾ കിണറിന്റെ ആഴത്തെയും തൊട്ടിയെയും കുറിച്ചൊക്കെ പറയുന്നു. എന്നാൽ ഈ 6-ാം മണിനേരത്ത് നടക്കുന്ന ഒരു വലിയ ക്രമീകരണം നാം ഓർക്കേണ്ടതുണ്ട്. 4:16 യേശു കർത്താവ് അവളോട് പറയുകയാണ്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. ഇവിടെ കേവലം ജീവജലമായിക്കൊള്ളട്ടെ, ദാഹജലമായിക്കൊള്ളട്ടെ, ഏത് ജലവും കൊടുക്കുന്നതിന് ഭർത്താവിന്റെ ആവശ്യം എന്താണ്? അല്ലെങ്കിൽ തന്നെ നിത്യതയ്ക്ക് ഭർത്താവ് കൂടെ വരണമെന്നുള്ളതിന്റെ കാരണം എന്താണ്? വ്യക്തിപരമാണ് നിത്യത എന്ന് നാം പഠിച്ചിട്ടുണ്ട്. വേദപുസ്തകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ശമരിയക്കാരി സ്ത്രീയുടെ നിത്യത വ്യക്തിപരമായിരിക്കെ ഭർത്താവിനെ കൊണ്ടുവാ എന്ന് അവളോട് പറഞ്ഞത് എന്താണ്? അവൾ തകിടം മറിഞ്ഞു കിടക്കുന്നത്, അവൾ വീണ് കിടക്കുന്നത്, അവൾ പോയി കിടക്കുന്നത്, അവൾ ശരിയാകേണ്ട മേഖല ഭർത്താവിന്റെ മേഖലയാണ്. അവിടെ പറയുന്ന ഒരു ഉത്തരമുണ്ട് കർത്താവ് താഴോട്ടുള്ള വാക്യങ്ങളിൽ. ആ 17-ാം വാക്യത്തിൽ കർത്താവ് 18-ലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോഴുള്ളവലോ നിന്റെ ഭർത്താവല്ല. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. 6-ാമനായിരിക്കുന്ന ഭർത്താവല്ലാത്തവന്റെ കൂടെ അസാൻമാർഗിക ജീവിതം നയിച്ചുകൊണ്ട് നിത്യതയിൽ നിന്ന് അകന്നകന്നു പോകുന്ന ശമരിയക്കാരി സ്ത്രീയെ ക്രമീകരിക്കുവാൻ, തിരിച്ചു കൊണ്ടുവരുവാനാണ് യേശു കർത്താവ് ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെ ജീവജലവും ഭർത്താവുമായി യാതൊരു ഡയറക്റ്റ് ബന്ധവുമില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യതയിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് എന്തായിക്കൊള്ളട്ടെ, അതിനെ നാം ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നാം നിസ്സാരമെന്ന് കരുതുന്ന ചില പാപ സ്വഭാവങ്ങൾ നിത്യതയിലേക്കുള്ള ദൂരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ക്രമീകരണത്തിനായിട്ട് ചില 6-ാം മണിനേരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കും. അത് നേരത്തെ തന്നെ അവൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ 6-ാം മണിനേരത്തിൽ ഹൃദ്യമായ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആ തകർന്നു കിടക്കുന്ന ജീവിതത്തിന്റെ ഇടങ്ങളെ ഒന്ന് ക്രമീകരിക്കുവാൻ എനിക്ക് സാധിക്കുകയാണെങ്കിൽ, നമുക്ക് സാധിക്കുകയാണെങ്കിൽ, നമുക്കൊന്നിച്ച് നിത്യതയുടെ പർദീസയിൽ പോയി ദൈവത്തോടൊപ്പം ആനന്ദിക്കാം, സന്തോഷിക്കാം. 6-ാം മണിനേരം ജീവിത ക്രമീകരണങ്ങളുടെ സമയമായി തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.